കാൽവരി മൗണ്ട് എത്തിയിട്ടാ. ഇടുക്കി ഡാമിന് 7 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എത്താറായി. കുറേ കാലത്ത് ആഗ്രഹമായ ഇടുക്കി ഡാം നമ്മളിപ്പോൾ കുറച്ച് നേരത്തിൽ കാണും. അങ്ങനെ ഇടുക്കി ഡാമിൽ എത്തിയിട്ടോ. ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഇടുക്കി ഡാം കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഡാമിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ തേനി കമ്പ് വഴി നമ്മുടെ ഗോതി നായക്കർ അങ്ങോട്ട് പോവാണ്. അവിടുത്തെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ആ കുറുവനും കുറുത്തിയും കാണാൻ വേണ്ടി ഫൈനലി രാമക്കൽമേട് എത്തി. നമ്മുടെ കണക്ക് കൂട്ടിയപ്പോൾ തന്നെ ഇരുട്ടാവണേക്ക് മുന്നേ എത്തണമെന്നായിരുന്നു നമ്മുടെ ടാർഗറ്റ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ തുരങ്കപ്പാറയൊക്കെ കണ്ടു. വെറുത്തായി, 100% വെറുത്തായി തുരങ്കപ്പാറ കേട്ടോ, ഒരു സംശയമില്ല. നമ്മൾ കുട്ടപ്പനായിട്ട് വേഗം കൊണ്ട് സ്ഥലം വിടാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൾക്കാരൊക്കെ ടൂറിസ്റ്റൊക്കെ അതുവഴി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ തുരങ്കപ്പാറയിൽ പോണ വഴി കേട്ടോ. ഫുള്ള് ആ വെള്ളം അങ്ങനെ ഒഴുകി വരുന്ന നമുക്കിങ്ങനെ കാണാം കേട്ടോ. പാരലി കുറച്ച് നമ്മളൊരു ചെറിയ പാലത്തിനൊരു വീഡിയോ എടുത്തില്ലേ, അത് ഈ വെള്ളമാണ് ആ പാലം വഴി പോകണം. നല്ല രസമാണ് കേട്ടോ. ഗ്ലാസ്സൊക്കെ തുറങ്ങി വെച്ച് സുഖമായിട്ട് ഒഴുകി. അപ്പോൾ നല്ല വെയിലുണ്ട്, എന്നാൽ പോലും ആ വെള്ളത്തിന് തണുപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. നൈസാണ്, അടിപൊളി. നമ്മുടെ വഴിക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കയറിയതാണ്. നമ്മുടെ ഫോഗ് ലാമ്പ് ഒരെണ്ണം കത്തുന്നില്ല, അപ്പോൾ ഇവിടെ നിന്ന് കാണിച്ച് പോകുന്ന കരുതി. വരുന്ന വഴിക്കൊന്നും ബൾബ് കിട്ടിയില്ല, ഒരു ചെക്ക് ഉണ്ട്, നോക്കി നോക്കാം. കത്തുകയാണെങ്കിൽ ഇട്ട് പോയത്. ഇതാണ് നമ്മുടെ പുതിയ ബൾബ്, വൈറ്റാ. ഇത് ബ്ലൂ ആയിരുന്നു കേട്ടോ. വൈറ്റ് കഴിഞ്ഞപ്പോൾ ഭംഗിയുണ്ടാവും അല്ലേ, ബ്ലൂവിനേക്കാ യെല്ലോ കത്തുമ്പോൾ. എന്തായാലും ഇത് കത്തിപ്പോയിട്ടുണ്ട്. നമ്മൾ ബൾബ് റെഡി കഴിഞ്ഞാൽ 2 ബൾബ് സ്പെയറും വയ്ക്കിയിട്ട് ഇനിയിപ്പോൾ ഫോൺ വയ്ക്കുന്നതായി കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രീഷ്യന്മാരെ കൊണ്ട് ഫിറ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ ഫോഗ് ലാമ്പ് ഇവിടെ റെഡിയാക്കി. ഇത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഉണ്ട് കമ്പാരിറ്റീവ്ലി. ഇനിയിപ്പോൾ എന്തായാലും അത് പോകുമ്പോൾ മാറ്റാൻ എഴുതിയില്ല, ഒരു ബൾബ് മാത്രമേ മാറ്റുള്ളൂ. ഇനി നമുക്ക് ഫോഗ് ലാമ്പ് കത്താത്തൊരു പ്രശ്നം മാറി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. കാൽവരി മൗണ്ട് എത്തിയിട്ടാ. ഇടുക്കി ഡാമിന് 7 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എത്താറായി. കുറേ കാലത്ത് ആഗ്രഹമായ ഇടുക്കി ഡാം നമ്മളിപ്പോൾ കുറച്ച് നേരത്തിൽ കാണും. നല്ല സ്ഥലം കേട്ടോ, പോണ വഴി നൈസാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ റൂട്ട് മൊത്തം അടിപൊളി. നമ്മൾ പണ്ട് ജീപ്പായിട്ട് ഇടുക്കി പോയ നാലുമല പോയ സമയത്ത് ഇവിടെ കേട്ടോ ആദ്യം കയറി ഈ കാൽവരി മൗണ്ടിൽ. അതിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ അറ്റാച്ച് ചെയ്യാം. എന്തെങ്കിലും പോയ സ്ഥലം ഞാൻ പോകുന്നില്ല, അന്ന് പോയത് നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ അത് കയറാൻ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കുട്ടികളുടെ കടയിൽ നിന്ന് നമ്മൾ ഒരു സാധനമൊക്കെ വാങ്ങിച്ചു. ഇവിടുന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചു. നിങ്ങളുടെ അടുത്ത് പ്രശ്നമില്ലല്ലോ. അപ്പം ഇനി ഇവിടുന്ന് എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, ഇൻസ്റ്റന്റ് ഒന്ന് നേരെ ഡാമിലേക്ക് പോകുന്നു കേട്ടോ. എന്ത് കണ്ടല്ലോ പോ. അവിടെ വ്യൂ ഉണ്ട് കേട്ടോ, നോക്കട്ടെ. ഇത് ഇടുക്കി ഡാമാണോ കേട്ടാ? ഓ, ഇതാണല്ലേ. സോ ഫൈനലി നമ്മൾ ഇടുക്കി ഡാം എത്തിയിട്ടാ. വ്യൂ ശരിയില്ല, എന്നാൽ ഇതാണ് ഡാം. ഇതിലും ബെറ്റർ വ്യൂ താഴെ പോയി കിട്ടും അല്ലേ? അറിയില്ല. ഇത് ഇടുക്കി ഡാം ഉറപ്പല്ലേ? 2 ഡാം ഉണ്ട് ഇത്ര. ഇടുക്കി ഡാം പോലെ വേറെ 2 കേട്ടു. അതായത് അങ്ങനെ നമ്മൾ സജിൻ ബ്രോ പറഞ്ഞ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടാ. ഇടുക്കി ഗ്രൗണ്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ വന്ന് ഡാം കാണുന്നതാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ എത്തി. ഫൈനലി നമ്മുടെ ഇതിലൊക്കെ കാണും, ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ആ സ്ഥലം. ഡാം സൈഡിലാണെന്ന് തോന്നുന്നു. വണ്ടി തിരിക്കട്ടെ. റോട്ടിൽ നിന്ന് റൈറ്റിക്ക് തിരിഞ്ഞിട്ടുണ്ടോ? ഇതാ നോക്കിയാ ഡാം ഉണ്ടാ. ഫൈനലി ആ ആഗ്രഹം കൊണ്ട് സാധിച്ചു കേട്ടോ. ഇടുക്കി ഡാം കാണുന്നു. കുറച്ച് കാലമായി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്. അന്ന് നാലുമല വന്നപ്പോൾ തന്നെ എന്തായാലും പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ആ വണ്ടി തട്ടിക്കൊണ്ടേ, വണ്ടി അത്യാവശ്യം ഓഫ് റോഡ് അടിച്ചുകൊണ്ട് യെസ് ഫൈനലി ഞാൻ ഇടുക്കി ഡാം വന്നു. കണ്ടോ ഡാം, ഇതാണ് ഇടുക്കി ഡാം. ഈ ഒരു വ്യൂ കാണുന്നത് കുറേ കാലമായിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും സാധിച്ചു. സജിൻ ബ്രോ താങ്ക് യു. പുള്ളി കറക്റ്റ് ലൊക്കേഷൻ അയച്ചുകൊണ്ട് തിരിയേണ്ടിയൊന്നും വന്നില്ല, ടൈം വേസ്റ്റ് ആയില്ല. നമ്മൾ ഫൈനലി നമ്മുടെ വണ്ടിയായിട്ട് ഇടുക്കി ഡാമിലെത്തി. അത്യാവശ്യം ഉച്ചയാണ്ടേ, ഓവർ എക്സ്പോസ്ഡ് ആണ് നമ്മൾ ഈ സമയം വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു, സൂര്യൻ നേരെ മുകളിലുള്ള. എന്തായാലും ഇതാണ് ഇടുക്കി ഡാം. ഇതാണ് ആ ഗ്രൗണ്ട്. ഇതാണ് കേട്ടോ, ഇതാണ് ആ ഗ്രൗണ്ട്. ഇവിടെ വീടുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ഈ 2 മലയാണ് കേട്ടോ. 2 മലയുടെ അവിടെ നിന്നാണ് ഡാം സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ മേലിന് കണ്ടത് ഈ ഡാം തന്നെയാണ്. അപ്പോൾ എനിക്കത് ഇതല്ലേന്ന് ഡൗട്ട് ഉണ്ട്. 2 മലയുടെ ഇടയിലാണ് ഈ ഡാമുള്ളത്. ഓഹ് എന്തല്ലേ. അപ്പോൾ വെള്ളം ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി കിട്ടിയ ഡാമാണ്. അതിപ്പോൾ എങ്ങനെ പോയിരുന്നാവോ, ആരും ചോദിക്കേണ്ടി വരും. എനിവേസ് എന്തായാലും ഡാം കണ്ടു, ഉഷാറിനെ സെറ്റ്. ഞാൻ വന്നത് അവിടെ നിന്നായിരിക്കും. അപ്പോൾ ഇതാ കണ്ടോ ആ ഭാഗത്ത്
ആ കാണുന്ന കട കണ്ടത് അവിടെ അങ്ങനെ ഒരു കട, ആ കട അവിടെ നിന്നാണ് ഞാൻ തിരിഞ്ഞുണ്ടാവും മിക്കവാറും. പെട്ടെന്ന് എത്തിയിട്ടാണ്. ഇടുക്കത്തെ ചൂട് പറഞ്ഞാൽ ജാതി ചൂടാട്ടോ അവിടെ. ഡാം കാണിച്ചു തരാം കേട്ടോ, അതാ ഡാം. അപ്പം എന്തായാലും നമ്മൾ അഖിലിൻ്റെ അടുത്ത് പോയപ്പോൾ കുറച്ച് ഇളനീരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അതങ്ങ് കുടിച്ചു പോകുന്ന കരുതി. അഖിലെ, നിന്റെ ഇളനീര് ഇടുക്കി ഡാമിൻ്റെ അവിടെ നിന്നോ കുടിക്കണേ? ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഭയങ്കര ചൂടാട്ടോ, ആ ഗ്രൗണ്ടോട് നിൽക്കാൻ വയ്യ. ഒന്നാമത് ഓവർ ലൈറ്റ് കണ്ട് ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് ഡാം ആ ഷെയ്ഡേ കാണുള്ളൂ. എന്തായാലും ഞാൻ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ അഖില തന്നെ ഇളനീര് കുടിക്കായിരുന്നു. എവിടുന്ന്? അവിടുന്ന് കിട്ടി. അവിടുന്ന് തന്നെ അതൊക്കെ ഡൗട്ട് ചെയ്ത് ഡാം തന്നെയാണെന്നൊരു ഡൗട്ട് എനിക്ക്. 1-2 പേര് പറഞ്ഞേ ഇടുക്കി ഡാമിന് ഒരു ചെറുതോണി ഡാമുണ്ട്. അപ്പൊ എനിക്കിത് അവിടുന്ന് കുറച്ച് ചെറുതായി തോന്നിയത്. ആ നമ്മുടെ ഇടുക്കി ഡാമിന്റെ താഴെ വ്യൂ ഉണ്ട്, അവിടെ വ്യൂ ഉണ്ട്. ആ കട, ഓക്കെ. ആ പച്ച കട, ആ റോഡ്, ഓക്കെ. എത്ര ദൂരം പോകണം? ഇച്ചിരി ദൂരം പോകണം, അത്രേ ഉള്ളൂ. ഓക്കെ, അതിന്റെ ആ കാണുന്ന കട ഉണ്ടല്ലോ ഗ്രീൻ കളറിൽ, അവിടുന്ന് ഒരു റോഡ് ഉണ്ട് അത്ര. ആ റോഡ് വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാമിന്റെ താഴെത്താണ്. അപ്പൊ ഞാൻ ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം. പിന്നെ സജിന് ഇപ്പൊ എനിക്കൊരു ലൊക്കേഷൻ, അത് ഡാമിന്റെ മുകളിലേക്ക് അല്ലേ, ഡാമിന്റെ ഉള്ളിലൊക്കെ പോയി കാണാം അല്ലേ. അതിന് ടിക്കറ്റ് എത്രയാണ്? സമ്മതിക്കില്ല അല്ലേ. എന്നാലും ഈ വെള്ളം എങ്ങനെ കെട്ടി നിർത്തിനല്ലേ, ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. ഓ സമ്മതിക്കണോ, ഇത് എങ്ങനെ ആ കാലത്ത് കെട്ടിയെന്നു. ആ ഞാൻ എന്താ എന്റെ വൈഫിന് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പൊ ഞങ്ങളെ വിളിച്ച് വീഡിയോ കോൾ ചെയ്യായിരുന്നു. എന്തായാലും നമ്മുടെ ഈ ചേട്ടന്മാരെ വിളിച്ച് പരിചയപ്പെട്ടോ കേട്ടോ. നിങ്ങൾ എവിടെ ഇറക്കിയണേ? കിയ. ഓ നിങ്ങളുടെ വണ്ടി തന്നെയാണ് അല്ലേ. ഓക്കെ. ആ ഓക്കെ ഓക്കെ. കിയയിലത്തെ എംപ്ലോയീസ് ആണ്. അപ്പൊ ഇവര് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഞാനും ഇവിടെ നല്ല തണുപ്പുണ്ട് അല്ലേ. ഇവിടെ നല്ല തണുപ്പ്. അവിടുത്തെ ഒരു സംഭവം ഭയങ്കര വ്യത്യാസം കേട്ടോ. അത് ശരി, നിങ്ങളുടെ വർക്കിന്റെ ഇടയിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ, സൂപ്പർ സൂപ്പർ. ഇതിന് മുകളിൽ പോയി അതും കാണാം അല്ലേ. ഞാൻ ഇവിടുന്ന് ബോധിനായക്കലേക്ക് പോകാൻ പ്ലാനാ, തേനി കമ്പം വഴി. നല്ല റൂട്ടാന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ റൂട്ട് പിടിക്കണം, അല്ലെങ്കിൽ പിന്നെ മൂന്നാറിക്കോ റൂട്ട് ഞാൻ നോക്കി. പക്ഷെ ഞാൻ കമ്പം നല്ല റൂട്ടാ അല്ലേ. കമ്പമേട് അതായത് കട്ടപ്പനയിൽ ഒരു കുറച്ച് ദൂരമുള്ളൂ. ആ റൂട്ട് പോവാണെങ്കിൽ നേരെ കമ്പമേട് ഇറങ്ങി നേരെ കമ്പത്തില്ല. റെഗുലർ റോഡ് അല്ലാണ്ടുള്ള വഴിയാണ്. പിന്നെ ഗ്യാപ്പ് റോഡ് അതൊക്കെ കിട്ടും അല്ലേ തിരിച്ചു വരുമ്പോ? അത് മൂന്നാർ ഗ്യാപ്പ് റോഡ് ആ സൈഡിൽ. അങ്ങനെ എന്നിട്ട് മൂന്നാർ കയറി വരാനാണ്. ഞാൻ ആക്ച്വലി ഇവിടുന്ന് ബോധിനായകർ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ഗ്യാപ്പ് റോഡ് വഴി മൂന്നാറിലേക്ക് വരിക. അതാണ് പ്ലാന്. ഇടുക്കി ഡാം അടുത്ത് പോയി കാണാൻ പറ്റുന്ന പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ഗേറ്റ് പൂട്ടിയിരുന്നാലും ഡാം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. വെയിൽ കാരണം മര്യാദയ്ക്ക് കാണാൻ പറ്റിയിരുന്നല്ലോ. ഇവിടുത്തെ ചേട്ടന്മാരെ സമ്മതിക്കാന്നോ ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് കണ്ടുപോകാം. ദാറ്റ്സ് ഇറ്റ്. എന്നാലും ഇത്ര അടുത്ത് കാണാൻ പറ്റിയില്ലേ. ഒരാൾ പറഞ്ഞപ്പോ അവിടെ ആ കിയയിലത്തെ ചേട്ടന്മാരടുത്ത് കുറച്ചേരം കത്തി അടിച്ചപ്പോൾ അവര് പറഞ്ഞ ഈ സ്ഥലത്തിനെ കുറിച്ച്. ഓ അടിപൊളി കേട്ടോ. ഇത് പലർക്കും അറിയണ്ടാവില്ല. നമ്മൾ ആ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ദൂരം വണ്ടി ഓടിച്ചു തന്നാൽ മതി. മാക്സിമം പോയി 2 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് അത്രേ ഉള്ളൂ. ഈ ഡാമിനോട് എത്തി. ആണ് ഇടുക്കി ഡാമിന്റെ തൊട്ട് താഴെ എത്തി. ഇവിടെ ഉള്ളിലേക്ക് കയറാൻ അനുവാദമില്ല. പക്ഷെ ഇവിടെ നമുക്ക് കാണാം കേട്ടോ. നല്ല വ്യൂ ആ, അതിഗംഭീരമായ വ്യൂ ആണ് കേട്ടോ. ഡാം ശരിക്കും കാണാം. ആ മല വി ഷേപ്പിലാണ് പോയിട്ടില്ല കേട്ടോ. ഇങ്ങനെയും ഇങ്ങനെയും ഇവിടുന്ന് മല ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ കയറി പോണു, അവിടെ ഇങ്ങനെ തുടങ്ങി കയറി പോണു. ഒരു രക്ഷയില്ല വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ. കണ്ട ക്യാമറ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. സൂപ്പറാണ്. ഓഹ് നൈസ് വ്യൂ കേട്ടോ. നല്ല ഡാം വേണ്ട. എങ്ങനെ ഇത് കെട്ടിയിരുന്നോ കേട്ടോ. രക്ഷയില്ല പറഞ്ഞാൽ ഭയങ്കര മൈൻഡ് ബ്ലോയിങ് കേട്ടോ. ഇപ്പം അതാ നമ്മൾ കുറച്ച് മുന്നേ കണ്ട തുരങ്കമ്പാറ ഇതേപോലെ തന്നെ വേറെ സെറ്റപ്പാണ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു ഐഡിയ ആയിരുന്നു. ഭയങ്കര തല കേട്ടോ. അന്നേരന്മാർക്ക് എങ്ങനെ ഇത്ര ബുദ്ധി ഉണ്ടായിരുന്നു. സംഭവം തന്നെ. എനിവേസ് തണ്ട ആ മലയൊക്കെ ഉണ്ടോ. ആ മലയുടെ മുകളിൽ ഒരു എന്തോ ഒരു വാച്ച് ടവർ എന്തോ ഒരു സംഭവം ഉണ്ട്. എന്തോന്നുണ്ട് അവിടെ. ആ മലയുടെ സൈഡിൽ നിന്നാണ് ഡാം പോകണം. രക്ഷയില്ല കേട്ടോ. അടിപൊളി നൈസ് തന്നെ. എന്തായാലും നമുക്ക് പോവാം. ഇതൊക്കെ ആരും ഇല്ല. ആരും ചോദിച്ചാൽ അവിടെ ആരും കാണാനില്ല. ബൈക്ക് നിൽക്കുന്നുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കുകയായിരിക്കും. ഓൾ റൈറ്റ്, അപ്പം നമുക്ക് പോവാം. ഈ ഡാം ഉള്ളിൽ കയറി കാണണമെങ്കിൽ ഈ എൻട്രൻസ് കൂടിയാണ് പോകണ്ടേ. ഈ കൗണ്ടറിൽ നിന്ന് നമുക്ക് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റാണ്. ഞാൻ ടിക്കറ്റിന് റേറ്റ് വെച്ചില്ല. ബോട്ടിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ഞാൻ എന്തായാലും ബോട്ടിങ് പോകാത്തതുകൊണ്ട് നേരെ സ്ട്രൈറ്റ് പോകാൻ പോകണം കേട്ടോ. ഇതുവഴിയാണ് പോകാൻ പോകുന്നത് കേട്ടോ.
അപ്പോൾ എന്തായാലും ഡാം ഒന്ന് കാണണം, ഡാം ഉള്ളിൽ കയറി കാണണമെന്ന് അതൊരാഗ്രഹമുണ്ട്. അപ്പോൾ നടക്കുക, നോക്കാം. ചിലർ ഓൺലൈൻ ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞു, പോയി നോക്കാം കേട്ടോ. നമ്മളിവിടെ എത്തിയിട്ടോ. ഇതിനകത്ത് ക്യാമറ, സ്മാർട്ട് വാച്ച് ഒന്നും അലൗഡ് അല്ല. ഇതൊരു എൻട്രി പോയിന്റ് ആണ്. ഇവിടുന്ന് 150 റുപ്പീസിൻ്റെ ഇതുപോലെ ഒരു ടിക്കറ്റ് എടുക്കണം. അവരൊരു മറ്റേ ബാർകോഡ് പോലെ സ്കാനിങ്ങിൻ്റെ ഇതുണ്ട്. അത് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് പേയ്മെൻറ്റ് വരും, GPay വരും. GPay ഇല്ലാത്തവർക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡിൽ പേ ചെയ്യാം. പക്ഷേ എൻ്റെ ഒന്നും നടന്നില്ല, എനിക്ക് GPay ഇല്ല, ഡെബിറ്റ് കാർഡ് ഫെയിലിയറായി. അപ്പോൾ അവിടുത്തെ ചേച്ചി ക്യാഷ് പേ ചെയ്തിട്ട് എനിക്ക് ഈ സ്ലിപ്പ് തന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഈ ടിക്കറ്റ് എടുത്തിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോകണം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. എല്ലാവരും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടൈം സ്ലോട്ട് തന്നിരിക്കുന്നത് 3:15 ഇനി കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും എനിക്കിത് ഉള്ളിൽ കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഇടുക്കി ഡാം ഞാൻ ആ ഗ്രൗണ്ട് കാണിച്ചു തന്നില്ലേ, ആ ഗ്രൗണ്ടിന് നേരെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ താഴത്തെ ഞാൻ കാണിച്ച വ്യൂ കാണാം. പിന്നെ ഒരു 15 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കുറച്ച് ഹൈ റേഞ്ച് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ടോക്കൺ എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഡാം നന്നായിട്ട് കാണാൻ പറ്റും. എന്തായാലും എല്ലാം ഇവിടെ വെച്ച് ലോക്ക് ചെയ്തിട്ട് പോകണം. അവിടെ പഗ്ഗിയുണ്ട്, അവർ നമ്മളെ കൊണ്ടുപോകും. അതടക്കാണ് നമ്മൾ 150 റുപ്പീസ് പേ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ടൈം ഏകദേശം ആയി തുടങ്ങി. അപ്പോൾ ഞാൻ പോയി കണ്ടിട്ട് വരാം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യുന്നൊരു പ്ലാൻ അറിയില്ല. ബോധിനായകൻ്റെ അടുത്തേക്ക് പോകണം, മൂന്നാറിലേക്ക് വിടണം. സോജ ഭയങ്കര പ്രഷർ ചെയ്യാൻ തുടങ്ങി, വീട്ടുകാരും പ്രഷർ ചെയ്യാൻ തുടങ്ങി. നോക്കണം, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഓക്കെ, അവിടുന്ന് ഈ വണ്ടി വരുന്ന സ്ഥലത്തു നിന്നാണ് ഇടുക്കി ഡാം നമ്മൾ കണ്ടിട്ട് വരണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഡാമിനകത്ത് ക്യാമറ, സ്മാർട്ട് വാച്ച്, കീസ് ഇതൊന്നും കാർ കീ വെക്കാം, അല്ലാത്ത ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മളവിടെ പോയി കണ്ടു. കാണേണ്ട കാഴ്ച തന്നെയാണ്. 150 രൂപ ടിക്കറ്റ്. ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ഓൺലൈനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്യാഷ് പേതും ചെയ്യാം. സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവർ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഓരോ ഈ പറഞ്ഞ പൈനാപ്പിളും കടലയും അങ്ങനത്തെ പല ഐറ്റംസും ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. തൊപ്പി ഇങ്ങനത്തെയൊക്കെ, കുട, അങ്ങനെ പല കാര്യമില്ല. കുടയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ ഇവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മളെപ്പോലെ ആൾക്കാരാണ് പ്രതീക്ഷയാണ് അവരിയ്ക്കണം. ടൗണിൽ തന്നെ എല്ലാം മേടിച്ച് വരാണ്ടിരിക്കുക. ഇനി നിങ്ങൾ എന്തെങ്കിലും കഴിച്ചാലും എന്തെങ്കിലും 2 പാക്കറ്റ് മേടിച്ച്, ഫ്രൂട്ട്സ് അല്ലേ, അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്ത് പോവാം കേട്ടോ. നമുക്ക് അവിടുത്തെ പേര്, ഞാൻ രാമക്കൽമേട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഇടുക്കി ഡാം കണ്ടിട്ട്. അപ്പോൾ ഇവര് കുറച്ച് പേര് വഴി തെറ്റിയൊന്നൊരു ഡൗട്ട്. അപ്പോൾ ഇവര് ഇതെല്ലാം റൂട്ട് വേറെ റൂട്ടാ പറഞ്ഞു. അപ്പം ഞാൻ ഈ ചേട്ടന്മാരെയും കൂടി വ്ളോഗിൽ ഉൾപ്പെടുത്താതെ കരുതി. അപ്പോൾ അങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ദാസ് VK വ്ളോഗ്സ്. അപ്പം ഞാനിനി ഇവിടുന്ന് നേരെ രാമക്കൽമേട് പോയിട്ട് അവിടുന്ന് ചതുരംഗപ്പാറ പോയിട്ട് ആനക്കുള്ള രാത്രി പോലെ ആനനെ കാണാൻ ചാൻസ് ഇല്ലേ? ഇപ്പം ഇച്ചിരി വരണ്ടിരിക്കുകയല്ലേ, വലിയ വെള്ളം മഴയൊന്നും ഇല്ലാത്ത ആന വരുമായിരിക്കും അല്ലേ? മിക്കവാറും ഇറങ്ങണ തന്നെയാണ്. കാണുമ്പോൾ നല്ല ചിലപ്പോൾ ഗ്യാങ് ആയിട്ട് വരും അല്ലേ? നിതിനെ എന്ന് കാണൂടെ ഞാനോ ആനേനെ, നീ കണ്ട പോലെ. അപ്പോൾ ഓക്കെ ബ്രോ, കണ്ടേ സന്തോഷം കേട്ടോ. താങ്ക് യു. ശരി ശരി, ഓക്കെ ഓക്കെ. നമ്മൾ രാമക്കൽമേട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറക്കം വന്നിട്ട് ഒരു ചോയും ഓംപ്ലേറ്റ് കഴിക്കാൻ നിൽക്കുക. ഇന്ന് ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ. ഇളനീരൊക്കെ തന്നെ, അറ്റ്ലീസ്റ്റ് എനർജി വേണമല്ലോ. ക്ഷീണിച്ചു തുടങ്ങി കേട്ടോ. രാമക്കൽമേടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേശം എണ്ണ അടിച്ച് പോകുന്നതായിരുന്നു. പോണ വഴിക്ക് പമ്പങ്ങല്ലാണ്ടല്ലോ, അധികം അടിച്ച് ഓവർഫ്ലോ ഉണ്ട്. നല്ലൊരു 500 റുപ്പീസിന് അടിച്ച് പോകുന്നതായിരുന്നു. എത്താറായി, കുറച്ച് നേരത്തെ എത്തും കേട്ടോ. നമ്മൾ ആ കുറുവനും കുർത്തിയും കാണാൻ വേണ്ടി ഫൈനലി രാമക്കൽമേട് എത്തി. നമ്മുടെ കണക്ക് കൂട്ടിയപ്പോൾ തന്നെ ഇരുട്ടാവണേക്ക് മുന്നേ എത്തണമെന്നായിരുന്നു നമ്മുടെ ടാർഗറ്റ്. നമ്മൾ ഇരുട്ടാവണേക്ക് മുന്നേ തന്നെ എത്തിയിട്ടോ. ഇടുക്കി ഡാമൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് ആനക്കുളം പോകാനായിരുന്നു. പക്ഷേ ഇടുക്കി ഡാം പോയപ്പോൾ അവിടുത്തെ സ്റ്റോറിയൊക്കെ കേട്ട സമയത്ത് രാമക്കൽമേട് തീർച്ചയായിട്ടും പോകണമെന്ന് തോന്നി. കാരണം ഇടുക്കി ഡാം കെട്ടിയിട്ടുള്ളത് കുറുവൻ കുറുത്തി പറഞ്ഞ 2 മലയുടെ ഇടയിലായിട്ടാണ്. അതിനൊരു ഐതിഹ്യം കഥയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കുറുവനും കുറുത്തിയുടെ പ്രതിമ രാമക്കൽമേട്ടിലുണ്ട്. അപ്പോൾ അത് എന്തായാലും കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമായതുകൊണ്ട് രാമക്കൽമേട് പോകാമെന്ന് കരുതി. പക്ഷേ കുറച്ച് വൈകി പോയി. സൺസെറ്റ് ആവണേക്ക് മുന്നേ എത്തണമെന്ന് കരുതിയിട്ട് ഭയങ്കര ഹറിബറിയായിട്ടാണ് പോയത്. ഒരു വിധത്തിൽ ഞാൻ രാമക്കൽമേട്ടിൽ നല്ല സമയത്ത് തന്നെ എത്തി. അവിടെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസ് കാരണം നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മീ ഗൈസ്. നമ്മൾ എത്തിട്ടോ. വി ആർ അറ്റ് രാമക്കൽമേട്. ഓക്കെ, നൈസാണ്. ഇതാണ് സ്ഥലം. ഇവിടെ നമ്മൾ വരാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇടുക്കി ഡാം പോയപ്പോൾ നമ്മൾ ഇടുക്കി ഡാം മേലെ പോയി കാണാൻ പോയ സമയത്ത് അവർ പറഞ്ഞാണ് ആ 2 ഡാം മറ്റേ നിൽക്കുന്നതിന്റെ ഇടത്ത് വശത്തും വലത്ത് വശത്തും മനെ കുറവനും കുർത്തിയും ഈ റൂട്ട്. ഓക്കെ, കടലിൽ നികത്തി സീതയെ ഇങ്ങോട്ട് വീണ്ടെടുത്തൊരു കഥയൊക്കെ. അതെ അതുണ്ട്, അതെനിക്കറിയാം. ഇവിടെ വന്ന് വഴിവെത്തി ഇവിടെ താമസിച്ചെന്നാണ് ഐതിഹ്യം. റെസ്റ്റ് എടുത്തു, അതുകൊണ്ടാണ് രാമക്കൽമേട് 2 പേര് വരാൻ. ശരി, ആ കല്ലാണ് രാമക്കല്ല്. അപ്പൊ നമ്മുടെ കുഞ്ഞിലെ തൊട്ട് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. കൊള്ളാലോ, നല്ല സ്ഥലം. ഇതല്ല കല്ല്, അതല്ലേ? ഇതാണ് രാമക്കൽ കേട്ടോ. ഓക്കെ, നമ്മൾ ആനക്കുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാലക്കാട് പയ്യനെ പരിചയപ്പെട്ടു.
അപ്പൊ അവൻ പറഞ്ഞു ഇവിടെ ഒരു കാറ്റടിപ്പാലുണ്ട്, കുറച്ച് ദൂരമേ, ഒരു 10 മിനിറ്റ് ദൂരമുള്ളൂ പറഞ്ഞു. അപ്പൊ നമ്മളത് കാണാൻ പോവാണ് കേട്ടോ. എന്തായാലും 10 മിനിറ്റല്ലേ ഉള്ളൂ. ഭയങ്കര കാറ്റാന്നൊക്കെ പറഞ്ഞു, വിൻമില്ലാണ്ട് ഉദ്ദേശിക്കുന്നവൻ. അപ്പൊ എന്തായാലും അത് കണ്ടിട്ട് പിന്നെ ആനക്കുളത്തേക്ക് പോകാൻ